അപ്പോൾ നമുക്ക് ഇന്ന് ഒരു എൻട്രി സെറ്റപ്പ് എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് എൻട്രി സെറ്റപ്പ് എസ് എം സി തന്നെയാണ്, നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന എസ് എം സി തന്നെ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ എസ് എം സി. ചിലർ 1 hour ക്യാൻഡിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ എൻട്രി എടുക്കുന്നവരുണ്ടാവും, അതായത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 15 മിനിറ്റിലുണ്ടാവും. 1 ഡേയിൽ നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എല്ലാവരും പറയും എസ് എം സി എന്നാ. എസ് എം സി എന്ന് പറഞ്ഞൊന്നുമില്ല, ലിക്വിഡിറ്റി എവിടെയാണോ അത് ട്രാപ്പാക്കി ബേക്ക് ഫേക്ക് ബ്രേക്ക്ഔട്ട് ഒക്കെ തന്നിട്ട് വരുന്ന എൻട്രികളൊക്കെ തന്നെയാണ് ഈ എസ് എം സി എന്ന് പറയണത്. ഓക്കെ, സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്നാണല്ലോ അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഓവറോൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇത് ബെയറിഷ് ആയിട്ടാണ് മാർക്കറ്റ് വരുന്നത് അല്ലേ. ഓക്കെ, പ്രീവിയസ് ഡേകളിൽ ഇവിടെ നല്ലൊരു ഇംബാലൻസ്. അപ്പോൾ ഈ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ, ഇംബാലൻസ് ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് കളക്ട് ചെയ്യും. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ. ഇംബാലൻസും ലിക്വിഡിറ്റി, ഇവിടെ ഒക്കെ ലിക്വിഡിറ്റി ഉണ്ട് കേട്ടോ. ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ എന്താവും, മാർക്കറ്റ് വന്നിട്ട് കളക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു സെനാരിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. ഞാൻ അവിടെ നിന്നുള്ളത് നോക്കണ്ട. ഇപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത് ഈ ലോ ഇപ്പോൾ ഇതൊരു ബ്രേക്കോ സ്ട്രക്ചർ ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വരയ്ക്കുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് മാത്രം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഇവിടെ നിന്ന് കട്ട് ഇത് ഈ ലോ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായി, ഇതൊരു വീണ്ടും ബ്രേക്കോ സ്ട്രക്ചറായി. ഓക്കെ, ഇതൊക്കെ ബ്രേക്കോ സ്ട്രക്ചറായി. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കിയോ കേട്ടോ. ഞാൻ ഓവറോൾ എൻ്റെ ഒരു വ്യൂ ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ഇത് റാൻഡായിട്ട് എടുക്കണതാണ്. ഇനിയിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നൊന്നും പറയണ്ട. ഓക്കെ, ഞാൻ ബാക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ റാൻഡായിട്ട് എടുത്തതാ. ഇതിപ്പോൾ ഏത് മാസമാണെന്ന് പറഞ്ഞുതരാം, മെയ് മാസത്തിലേട്ടാ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് അറിയാം ഈ മാർക്കറ്റ് ഇനി എങ്ങോട്ടാണ് പോകാൻ സാധ്യത കൂടുതൽ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഓവറോൾ ഇപ്പോൾ നമ്മൾ എസ് എം സി നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ഇതിൻ്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഈ ലിക്വിഡിറ്റി എടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഉണ്ടോ, ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ ലിക്വിഡിറ്റി എടുക്കാൻ വരണം. ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകും. കാരണം ഈ ഈ ഹൈയൊന്നും എടുത്തിട്ടല്ല വന്നിട്ടുള്ളത്. അതായത് ഈ ഹൈനെ ഇത് എടുത്തിട്ടില്ല. ഓക്കെ, ഈ ഹൈനെ പിന്നെ വേറെ ഒരു ക്യാൻഡിൽ ഇവിടെ വന്ന് എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ടോപ്പ് ഹൈനെ എടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. അതായത് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുന്നത് ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു താഴേക്ക് വരണ കാണുമ്പോൾ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്തിട്ട് ഏറ്റവും അടിയിൽ വല്ല ഇംബാലൻസോ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ടാർഗറ്റ് വെച്ചിട്ട് ഇവിടെ ഒക്കെ എസ് എൽ വെച്ച ആൾക്കാരുണ്ടാവും, വലിയ ടീമുകൾ. മന്ത്ലി എക്സ്പയറിക്കൊക്കെ വെച്ച ആൾക്കാരുണ്ടാവും. അതുപോലെ ഇവിടെ നിർത്തുന്നവരുണ്ടാവും. എടുത്തവരല്ല, ഇവിടെ എസ് എൽ വെച്ചിട്ടുണ്ടാവും. ഇവിടെ എസ് എൽ വയ്ക്കാൻ സാധ്യതയുണ്ട്, ഇവിടെ എസ് എൽ വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ എന്തുകൊണ്ട് എസ് എൽ വെക്കണമെന്ന് വെച്ചാൽ ഇതൊരു നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ. 1 ഡേ ആണല്ലോ. ഇതൊരു ദിവസത്തിന്, ഇതൊരു ദിവസത്തിന്, ഇതൊരു ദിവസത്തിന്, ഇതൊരു ദിവസത്തിന്, ഇതൊരു ദിവസത്തിന്, ഇതൊരു ദിവസത്തിന്. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് സസ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇത് സ്ട്രോങ് എന്തായി റെസിസ്റ്റൻസ് ആയി. അപ്പൊ എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നാൽ അവിടുന്ന് റിവേഴ്സ് ആവും. അതേപോലെ സ്ട്രോങ് സപ്പോർട്ടിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നാൽ എന്താണ്, റിവേഴ്സ് ആവും. ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയ എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സെനാരിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ അടിത്തറ കുടിയൊക്കെ എടുത്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. അത് മെയിൻ ആയിട്ട് പറയാൻ കാരണം ഇവിടെ 50% അബവ് ബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം. 5 മിനിറ്റിലേക്ക് ഇട്ടിട്ട് നോക്കി നോക്കാം കേട്ടോ. നമ്മൾ ആ ഒരു സെറ്റപ്പ് വരുന്നുണ്ടോ നോക്കണ്ടേ. ഈ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാലില്ലേ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ചോദിച്ച് തന്ന്. ഓക്കെ, ബ്രേക്ക് സ്ട്രക്ചർ ചോദിച്ച് തന്നിട്ട് ഈ ചോദിച്ച് തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഒരു ബ്രേക്ക് സ്ട്രക്ചർ വീണ്ടും തന്നിട്ട് സാധാരണ മാർക്കറ്റ് ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് വരാം. അതായത് എന്താണ് ഇതിലെന്താ നടക്കണതെന്ന് വെച്ചാലില്ലേ, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് ബ്രേക്ക് സ്ട്രക്ചർ ആണ്. സാധാരണ എസ് എം സി ഇങ്ങനെയാണ്, ബ്രേക്ക് സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഇതെന്തായി, ബ്രേക്ക് സ്ട്രക്ചറിന്റെ ഓപ്പോസിറ്റ് ലാസ്റ്റ് ലോനെ കട്ട് ചെയ്താൽ അത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി അല്ലേ. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് സ്ട്രക്ചറും കൂടി കിട്ടിയാലാണ് കൺഫർമേഷൻ പക്കയാവുള്ളൂ. അത് കിട്ടി. ഓക്കെ, ഇതെന്താണ് ഇതിന്റെ മുകളിൽ വരുന്നത്, ഇത് ഇൻഡ്യൂസ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ,
ശേഷം എന്താണ് ഇതിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കും എപ്പോഴും. കാരണം എന്താണെന്നറിയോ? ഈ ഹൈയിലുണ്ടായിരുന്ന ലിക്വിഡിറ്റിയും അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടുള്ള ഒരു ഹൈ ആയിരിക്കും. സിംഗിൾ ക്യാൻഡിൽ ഹൈ ആയിരിക്കും. സിംഗിൾ ക്യാൻഡിൽ ഹൈ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആക്കി വരയ്ക്കും. എപ്പോഴാണോ ഈ ഇൻഡ്യൂസ്മെന്റ് എടുത്തുകൊണ്ട് ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യണത് അപ്പോഴും മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഈ ഇൻഡ്യൂസ്മെന്റ് എടുത്ത് അപ്പം തന്നെ താഴേക്ക് പോയാലൊന്നും എൻട്രി എടുക്കാൻ പാടില്ല. പിന്നെ ഒട്ടുമിക്ക ടൈമിലും ഈ 5 മിനിറ്റിലായാലും 3 മിനിറ്റിലായാലും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമുക്ക് ഈ SMC പ്രകാരം. ഓക്കെ. അതേപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഓർഡർ ബ്ലോക്കിലോ ഇംബാലൻസിലോ ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. ഓക്കെ. ടാർഗറ്റ് എപ്പോഴും എവിടെയായിരിക്കണം? ഇങ്ങനത്തെ ലോയിലായിരിക്കണം. ആ ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ട് ഈ ഓർഡർ ബ്ലോക്കിലേക്ക് കയറി വരുന്ന ലോ ഉണ്ടല്ലോ. ഇപ്പൊ ഹൈ ആയാലും അങ്ങനെ തന്നെ. അതിലായിരിക്കണം നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ എങ്ങനെ വെക്കണം? നമ്മൾ ഇങ്ങനെ വെക്കണം. എപ്പോഴും കറക്റ്റ് ആ സ്വിങ്ങിന്റെ മുകളിൽ വെക്കേണ്ട ഒരു പൊടി കയറ്റി വെച്ചോളൂ. എപ്പോഴും കറക്റ്റ് ഇങ്ങനെ വെക്കണം. ഓക്കെ. അപ്പോഴാണ് മാർക്കറ്റ് വന്നിട്ട് ടാപ്പ് ചെയ്യുള്ളൂ. ഇപ്പൊ SL അടിച്ചാലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് തന്നെയാണ് പഠിക്കുക. നിങ്ങൾ ആ ഒരു ഐഡിയ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ താഴേക്ക് വരാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് എൻട്രി വരാം? മാർക്കറ്റ് ഇങ്ങനെ വന്നു അല്ലേ? ഇങ്ങനെ വന്നു. ഇപ്പൊ ഇങ്ങനെ വന്നു. ഓക്കെ. ഇങ്ങനെ വന്നു. ഇപ്പോൾ ലാസ്റ്റ് ലോ ഉണ്ടാക്കി തിരിച്ച് ലാസ്റ്റ് ഹൈനെ കട്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു വന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്നത് കാണിച്ച് വീണ്ടും ഇൻഡ്യൂസ്മെന്റിൽ എടുത്തിട്ട് അവിടെ നിന്നായിരിക്കും മാർക്കറ്റ് ഇങ്ങനെ റിവേഴ്സ് ആവാൻ സാധ്യത. ഓക്കെ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിന് വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണ് ബ്രേക്ക് സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ ബ്രേക്ക് സ്ട്രക്ചർ. ഓക്കെ. ബ്രേക്ക് സ്ട്രക്ചർ അല്ലേ? അതുപോലെ തന്നെ ഇതെന്താണ് ചോദിച്ചിട്ടാ. ഓക്കെ. ചില ടൈമുകളിൽ ഒരു മാർക്കറ്റിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ചില ടൈമുകളിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു മൂവ്മെന്റിൽ ഒരു ഇംബാലൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. ചില ടൈമുകളിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടെ കുറച്ചേരം ഈ ഏരിയയില് ഒരു 8 മിനിറ്റ് കേട്ടോ. ഓക്കെ. ഈ ഏരിയയില് കുറച്ച് നേരം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ പോലെ കാണിച്ചിട്ട് അത്യാവശ്യം ബ്രേക്കിങ്ങിലാണ് ഈ ഒരു പോക്ക് പോകുന്നതായിരിക്കും. ഈ ഒരു പോക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവും. ഓക്കെ. കറക്റ്റ് ആ ഇംബാലൻസ് വന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇംബാലൻസ് ഫുൾ എടുക്കും, അല്ലെങ്കിൽ ഇംബാലൻസിന്റെ പകുതി വരെ വരും. ഓക്കെ. ആ ഇംബാലൻസ് ചെറുതാണെങ്കിൽ നമുക്ക് അതിന്റെ പകുതി വരെ വയ്ക്കും. ഇംബാലൻസ് വലുതാണെങ്കിൽ നമുക്ക് അത് ഫുൾ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ആ ഇംബാലൻസിൽ ഡയറക്റ്റ് ഇതുപോലെ മാർക്കറ്റ് വന്ന് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് റിവേഴ്സ് ആവാറുണ്ട്. ആ റിവേഴ്സ് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരുമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു തരാം. ഇവിടെ ഇംബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. ഈ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ എൻട്രി എടുക്കരുത്. ഓക്കെ. നമുക്ക് എന്തായിരിക്കും എന്നറിയോ? അവിടെ സെല്ലേഴ്സ് ഫെയിൽ ആവണം. അതായത് അവിടുത്തെ ക്യാൻഡിൽ ഇങ്ങനെ ആയിരിക്കണം. ഏറ്റവും ഒരു മിനിമം ക്യാൻഡിൽ ഇങ്ങനെ ആയിരിക്കണം വരുന്നത്. ഓക്കെ. ഇങ്ങനെ വന്നിട്ട് അത് എവിടെ വരണത്? ഈ ഒരു ഏരിയയിൽ വരണം കേട്ടോ. ഈ ഒരു ഏരിയയിൽ വരണം. ഓക്കെ. അതായത് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വന്ന് ക്ലോസ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എൻട്രി എടുക്കാം. ഓക്കെ. ടാർഗറ്റ് അപ്പം എവിടെ വെക്കേണ്ടി വരും? ടാർഗറ്റ് ഈ ഒരു ഹൈയിൽ വെക്കേണ്ടി വരും കേട്ടോ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിപ്പോ ഈ മാർക്കറ്റിൽ ഇപ്പൊ എന്താ നടക്കാന്ന് എനിക്ക് അറിയില്ല. നോക്കണം. ഇപ്പൊ സമയം ഞാൻ ഇപ്പൊ കുറെ ബാക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി എന്റേതായ സെറ്റപ്പിന്റെ. അതിനുശേഷം ഇപ്പൊ ഫ്രീ ടൈം കിട്ടിയപ്പോ, ഫ്രീ ടൈം എന്ന് പറയാല്ല, 3 മണിയായി. ഞാൻ കാണിച്ചു തരാം. പുലർച്ചെ 3 മണി 3:30 ആയി ഉണ്ടല്ലേ. ഉറക്കല്ലായിരിക്കും. എന്താ ചെയ്യാ. പിന്നെ മനുഷ്യന്മാർ ഇങ്ങനെയാണ്. പൈസ ഉണ്ടാക്കേണ്ട തിരക്ക് വരുമ്പോൾ നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ അവിടെ ത്യജിക്കേണ്ടി വരും. ഓക്കെ. ഇപ്പൊ നോക്കിയേ. ഇപ്പൊ വീണ്ടും ഈ ലോനെ കട്ട് ചെയ്ത് മാർക്കറ്റ്. ഈ ലോനെ വീണ്ടും കട്ട് ചെയ്ത് അല്ലേ. അപ്പൊ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വീണ്ടും വന്നു. അപ്പൊ ഈ ലോനെ കട്ട് ചെയ്യാൻ കാരണക്കാരനായ ഒരു ഹൈ ഉണ്ടല്ലോ. അതേതാണ്? ഇതല്ല മക്കളെ. ഓക്കെ. ഈ ഹൈ അല്ലേ. ഓക്കെ. ഇതാണ് ഹൈ ട്ടാ. ഓക്കെ. അപ്പൊ ആ ഹൈ എന്തായി? ആ ഹൈ പിന്നെ മാർക്കറ്റ് വന്ന് റിവേഴ്സ് വന്ന് കട്ട് ചെയ്താൽ അത് ചോച്ചായി. ഓക്കെ. ചോച്ചായി. ഓക്കെ. ഇവിടെ എന്തുണ്ട്? ഇപ്പൊ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ശരിക്കും. ഇവിടെ ഇതിലൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. കണ്ടോ? ഇതെന്താണ്? ഇതൊരു ഓർഡർ ബ്ലോക്കാ. ഓക്കെ. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ഇംബാലൻസ് ഉണ്ട്.
അല്ലേ? അയ്യോ ഇതെന്താ അങ്ങോട്ട് പോകുന്നത്? ഓക്കെ, ഇവിടെ ഒരു എന്തുണ്ട്, ഈ ഒരു ഇംബാലൻസ് ഉണ്ട്. മേ ബി മാർക്കറ്റ് ഇങ്ങനെ വരാം. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വന്ന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് വരല്ല ചെയ്യുക. ഡയറക്റ്റ് വന്നാൽ നമ്മൾ എൻട്രി എടുക്കേണ്ട വല്ലാണ്ട്. കാരണം വെച്ചാൽ ഡയറക്റ്റ് പമ്പ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ സ്ട്രോങ് ആവും ചെയ്യുക സെല്ലേഴ്സ്. ഓക്കെ, ഇവിടെ സെല്ലേഴ്സ് ഇങ്ങനെ വരണം. സെല്ലേഴ്സ് പതുക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്കൊക്കെ പോയി അതൊക്കെ വന്ന് വീക്കായി വരണം. ഓക്കെ, ഒരു ട്രെൻഡ് ഒക്കെ ഫോം ആയിട്ട് വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് റിവേഴ്സ്. റിവേഴ്സ് എപ്പോഴും നിങ്ങളൊരു 5 മിനിറ്റിലൊക്കെ കുറഞ്ഞത് ഓക്കെ സെല്ലേഴ്സ് ഫെയിൽ ആവുന്ന ക്യാൻഡിൽ കണ്ടാലും മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലൊക്കെ വന്നാലും മാത്രം എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയാം, ചിലർക്ക് ടപ്പേന്ന് അടിച്ചു പോകും. ഓക്കെ, ഒന്ന് അടിച്ചു നോക്കാം. ഞാൻ വിശദമായിട്ട് പറയുന്നോണ്ടാണ് കേട്ടോ ഇങ്ങനെ വേണത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇത് ഇതിന്റെ ഹൈ കട്ട് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതിന്റെ ഹൈ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ ഹൈ ഓക്കെ സൂം ചെയ്താൽ കാണാം. നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹൈനെ. ആ റെഡ് ക്യാൻഡിൽ അവിടെ കാണുന്നുണ്ടെന്ന് നോക്കിന് കേട്ടാ. നൈസായിട്ട് കട്ട് ചെയ്തുള്ളൂ. ഇത് വലിയ കട്ടിങ് ഒന്നും പറയാനും പറ്റില്ല. പക്ഷെ ഈ മാർക്കറ്റ് ഇങ്ങനെയാണ്, നൈസായിട്ടൊക്കെ കട്ട് ചെയ്ത് കാണിക്കുള്ളൂ. ഇപ്പൊ എവിടെ ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്? ഇതിന്റെ അടിയിൽ ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ അടിയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ മേ ബി മാർക്കറ്റ് ആ ഇംബാലൻസ് എടുക്കാം, അല്ലെങ്കിൽ നേരെ നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണിച്ച സെനാരിയോ എന്താണ്? ഓർഡർ ബ്ലോക്ക് എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. ഓർഡർ ബ്ലോക്ക് അല്ല, ഇംബാലൻസ് ഫുള്ള് കളക്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് അല്ലെ. ഇംബാലൻസ് കളക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലേഴ്സ് ഫെയിൽ ആവണം. ഓക്കെ, ഇതിന്റെ ലിക്വിഡിറ്റി ശരിക്കും ഇതിന്റെ അടിയിലായിട്ടുണ്ടാവുക. ഈ എപ്പോഴും നിങ്ങൾ നോക്കിക്കോ, ഇതൊന്നല്ല, നിങ്ങൾ ഏത് ഒരു ചാർട്ട് എടുത്തിട്ട് പ്രീവിയസ് ചാർട്ട് എടുത്ത് നോക്കിക്കോ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിന്റെ, അതായത് എപ്പോഴും ഒരു സപ്പോർട്ടിൽ നിന്ന് പോകുന്ന ക്യാൻഡിൽ ആയിരിക്കണം എന്നും കൂടി ഉണ്ട്. ഓക്കെ, ഒരു സ്ട്രോങ് ക്യാൻഡിലിന്റെ അടിയിലായിരിക്കും ലിക്വിഡിറ്റി ഉണ്ടാവുക. അത് എപ്പോഴും മാർക്കറ്റ് വന്ന് സ്വീപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു ബുള്ളിഷായി നിൽക്കുന്ന ടൈമിൽ ഇതുപോലെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിലേക്ക് ഇതുപോലെ സെല്ലേഴ്സ് ഫെയിൽ ആയിട്ട് വരുന്നത് കണ്ടില്ലേ? കുറേ ഒറ്റ ക്യാൻഡിലാ. ഓക്കെ, അതാണ് ഇതിന്റെ അടിയിലത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് പോകാൻ കാരണം. അപ്പൊ അതുപോലെ തന്നെ സെല്ലേഴ്സ് വന്ന് ഫെയിൽ ആയി മുകളിൽ ക്ലോസിങ് കിട്ടി. അതുപോലെ തന്നെ വീണ്ടും വന്ന് സെല്ലേഴ്സ് ഫെയിൽ ആയി മുകളിൽ ക്ലോസിങ് കിട്ടി. അപ്പൊ അവിടെ നിന്ന് ശരിക്കും ഒരു എൻട്രി എടുത്തൂടെ നമുക്ക്? ഈ രണ്ട് കൺഫർമേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എൻട്രി എടുത്തൂടെ ശരിക്കും? പക്ഷേ ഇതിലെ ഒറ്റ കാര്യം നമുക്ക് വേണ്ടത്, കൺഫർമേഷനും എൻട്രി സെറ്റപ്പും എല്ലാം നമുക്കുണ്ട്, പൈസയും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മുടെ കയ്യിൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല, ധൈര്യം. ഓക്കെ, അതായത് എസ് എൽ അടിക്കുന്നവരെ കാത്തു നിൽക്കാൻ ഭയങ്കര ധൈര്യം. ടാർഗറ്റ് അടിക്കുന്നവരെ പിടിച്ചു നിൽക്കാൻ ധൈര്യമില്ല. അതുപോലെ തന്നെ നല്ലൊരു എൻട്രി വന്നാൽ നോക്കി അവിടെ നിൽക്കും, അതെടുക്കാൻ ധൈര്യമില്ല. സംശയപ്പോ ഓക്കെ, കുഴപ്പമില്ല. ഓവറോൾ എന്താന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവിടെ ശരിക്കും ഇപ്പൊ എന്തായി? ഇതൊരു ബ്രേക്കോ സ്ട്രക്ചർ ആയി ഇപ്പൊ. ഓക്കെ, ചോദിച്ചതിന് ശേഷമുള്ള ബ്രേക്കോ സ്ട്രക്ചർ ആയതുപോലെ തന്നെ ഇത് മറ്റോണം കൺസിഡർ ചെയ്യാണ്ടാണെങ്കിൽ ഇത് നല്ലൊരു ഇൻഡ്യൂസ്മെന്റ് ആയി. ഇത് മേ ബി നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് വരാം, പറയാനൊന്നും പറ്റില്ല കേട്ടാ. എനിക്ക് പോയിട്ട് വരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. നോക്കി നോക്കാം. പക്ഷെ ഈ ഓർഡർ ബ്ലോക്ക് കുറെ കഴിയുമ്പോൾ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവില്ല. കാരണം അന്നത്തെ ദിവസം തന്നെ ഈ എൻട്രി കിട്ടണം SMCയുടെ. പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ പഴയ ഓർഡർ ബ്ലോക്കിൽ വന്ന് മെറ്റിഗേറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു പ്രതീക്ഷിക്കരുത്, 5 മിനിറ്റ് 3 മിനിറ്റിലൊക്കെ കേട്ടാ. ഓക്കെ, കാരണം വെച്ചാല് നിങ്ങൾ അത് എടുക്കണത് 5 മിനിറ്റ് 3 മിനിറ്റും 1 മിനിറ്റിലൊക്കെ SMC നോക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം അത് ക്ലോസ് ആവണം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം എൻട്രി എടുത്ത് അവസാനിപ്പിക്കണം, പിറ്റേ ദിവസത്തേക്ക് വെക്കരുത്. പിന്നെ അത്ര വലിയ ടൈം ഫ്രെയിം ഇട്ട് നോക്കണം. ഒരു 45 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിലൊക്കെ നല്ല വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ അപ്പം എൻട്രി എടുക്കാൻ പാടില്ല. മിറ്റിഗേറ്റ് ചെയ്തിട്ട് സെല്ലേഴ്സോ ബയേഴ്സോ ഫെയിൽ ആവുന്ന ക്യാൻഡിലൊക്കെ വന്ന്, അല്ലെങ്കിൽ എൻഗൾഫിംഗ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഹാമർ ക്യാൻഡിലോ ഇൻവെർട്ടർ ക്യാൻഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രം എൻട്രി പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ശ്രദ്ധിച്ച്
കണ്ണിങ് ആയിട്ട് എപ്പോഴും എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലോസ് വരും. ഞാൻ പറയുന്നു, ഇപ്പൊ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ ട്രേഡ് എടുത്തപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ലോസ് വന്നു. ഓക്കെ, ആ 2 ദിവസത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് വന്നതാ, ശ്രദ്ധ മാറി കൊണ്ട് വന്നതാ. പറഞ്ഞിട്ട് കാര്യമില്ല, ലോസ് വരും. അത് ലോസ് വന്നാൽ ഇനി ഇതിൽ ട്രേഡിങ്ങിൽ നമ്മൾ സക്സസ് ആവുള്ളൂ. എല്ലാവരും വിചാരം നല്ല എല്ലാ ട്രേഡേഴ്സും, അതായത് പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാരൊക്കെ സൂപ്പറായിട്ട് എൻട്രി എടുക്കണവർക്ക് 1 ലക്ഷം കിട്ടും, 2 ലക്ഷം കിട്ടുന്ന അടിപൊളി. ചിലർ 25,000, 6,000, 7,000 ഒക്കെ എടുക്കണ്ടല്ലോ, അടിപൊളിയുള്ള. ഇവർ അടിപൊളി ആവണതിന് മുമ്പ് ഇവരെന്തായിരുന്നു എന്നുള്ളത് ശരിക്കും അവരോട് ചോദിച്ചാൽ അറിയാം. ഓക്കെ, എല്ലാ ട്രേഡേഴ്സും കടന്നു പോണ അതേ പാത്തിലൂടെ തന്നെയാണ് അവരും കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അവരെ പോലെ തന്നെയാണ് ഞാനും കടന്നു പോയിട്ടുള്ളത്. ഞാൻ വലിയ ട്രേഡർ എന്നല്ല പറയണേ, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഓക്കെ, നമുക്ക് ഈ ഓർഡർ ബ്ലോക്ക് ഇനി കളയാട്ടെ. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഓൾറെഡി ഇതായല്ലോ, കാരണം പറഞ്ഞപ്പോഴേക്കും ഇതായി. ഓക്കെ, അപ്പൊ മുമ്പുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഇംബാലൻസ് എടുത്തുട്ടാ, കണ്ട മൊത്തത്തിൽ എടുത്തു. അത് കണ്ടില്ലേ, ഇംബാലൻസ് എടുക്കാൻ മാർക്കറ്റ് വരും. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് പോസ് ചെയ്തിട്ട് വരച്ച് നോക്കാം. മാർക്കറ്റ് നേരെ വന്നു. ഇനി ഇവിടെ നിന്ന് എടുക്കാം. നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഇത് നോക്കാട്ടോ. ഓൾറെഡി റേഞ്ച് ഒക്കെ എടുത്തു മാർക്കറ്റ് വന്നിട്ട്. ഓക്കെ, ഇത് നമുക്കൊരു 1 മിനിറ്റിൽ കിട്ടുവെച്ചാൽ നമ്മുടെ SMC പ്രകാരം വല്ല എൻട്രി ഉണ്ടോ നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ SMC പ്രകാരം ഒരു എൻട്രി വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, എപ്പോഴും SMCക്ക് റൂൾ എന്താ വെച്ചാൽ ഒരു ഇമ്പൾസീവ് മൂവ് വേണം, ഒരു ഇംബാലൻസ് വേണം, ഒരു ഇൻഡ്യൂസ്മെന്റ് വേണം, ബ്രേക്കോ സ്ട്രക്ചർ വേണം. ഓക്കെ, അതുപോലെ ചോദിച്ച് വേണം, സെല്ലേഴ്സ് ബയേഴ്സ് ഏത് ഏരിയ നോക്കിയിട്ട് അതുപോലെ ഫെയിൽ ആവണം, ഒരു ട്രെൻഡ് ലൈൻ വരണം. ഓക്കെ, ഞാൻ ഇത്രയും കൺഫർമേഷൻ ഒന്നും ആരും പറയുന്നില്ല, പക്ഷെ ഇത്രയും കൺഫർമേഷൻ നിങ്ങൾക്ക് ഒരു ചാർട്ടിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി എൻട്രി കിട്ടും. ഓക്കെ, എപ്പോഴും ഇതുപോലെ വരണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ നമുക്കൊരു 3 മിനിറ്റ് നോക്കാം. 2 മിനിറ്റ് എല്ലാവർക്കും കിട്ടില്ലല്ലോ അല്ലേ. ഓക്കെ, നമുക്കൊരു 3 മിനിറ്റ് ഇടാം. ഓക്കെ, 3 മിനിറ്റ് ഇട്ടാലും ഒരു എൻട്രി സെറ്റപ്പ് ഇവിടെ കറക്റ്റ് വരുന്നെന്ന് പറഞ്ഞാലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും. അങ്ങനത്തെ ഏരിയയില് ഇപ്പൊ ഇതിന്റെ അടിയിലാവും ശരിക്കും ലിക്വിഡിറ്റി ഉണ്ടാവുക സാധാരണ. ഓക്കെ, പക്ഷെ ആ ലിക്വിഡിറ്റി വന്നെടുത്തിട്ടില്ല. മാർക്കറ്റ് അതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലോയില് വന്നെടുത്ത് പോയി. ഇതിന്റെ ലോ വന്ന് കട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ എൻട്രി കിട്ടില്ല നമുക്ക് കേട്ടാ. പിന്നെ ഇവിടെ ഒന്നും നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ സെറ്റപ്പുകളൊന്നും കാണുന്നില്ല ഇവിടെ. പിന്നെ എൻട്രി ഇല്ലാത്ത ദിവസം നമ്മൾ എൻട്രി എടുക്കാൻ കഷ്ടപ്പെടണ്ട. മാർക്കറ്റ് അവിടെ പോയി താഴെയല്ല. ഓക്കെ, എൻട്രി ഇല്ലാത്ത ദിവസമേ നമ്മളെ കഷ്ടപ്പെട്ട് എൻട്രി എടുക്കാൻ നിൽക്കണ്ട. എൻട്രി ഇല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ട് സെറ്റപ്പ് ഇല്ലെങ്കിൽ എൻട്രി എടുക്കണ്ട. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് അറിയാത്ത മേഖലകളിൽ പോയിട്ട് അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഓക്കെ, ഇപ്പോൾ ഇപ്പൊ മാർക്കറ്റ് ഇതിപ്പോ എങ്ങടെ പോകുന്ന എനിക്ക് കറക്റ്റ് അറിയാം. എവിടേക്ക് പോകാന്ന് അറിയോ? മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകാൻ ചാൻസ് കൂടുതൽ. കാരണം എന്താ, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ട്. ഇതിപ്പോ എൻ്റെ സ്റ്റുഡൻസിന് കണ്ടാൽ അറിയാം ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തത് ഇതിന്റെ അടിയിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇതിന്റെ അടിയിൽ സ്ട്രോങ് ലിക്വിഡിറ്റി ഉണ്ടാവും. കാരണം അവിടെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് കണ്ടോ, എവിടെ ഒരു 15 മിനിറ്റിന്റെ ഒരു ചെറിയ കൺസോൾട്ടേഷൻ കണ്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ട്രോങ് ആണ്. ഓക്കെ, മാർക്കറ്റ് മുകളിലേക്ക് വരാനാണ് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എൻട്രി എടുക്കും? ഇപ്പൊ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുക്കാം നമുക്ക്. ഓക്കെ, നല്ലൊരു സെല്ലേഴ്സ് ഫെയിൽ ആയതിനു ശേഷമാണല്ലോ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. എൻട്രി എടുക്കേണ്ടത് ഇതിന്റെ അടിയിലൊക്കെ SL വയ്ക്കാം നമുക്ക്, ഇതിന്റെ അടിയിലൊക്കെ. ഓക്കെ, ടാർജറ്റ് എവിടെ വയ്ക്കും? ഈ ടോപ്പിൽ വെക്കേണ്ടി വരും. പോവാൻ നോക്കാം നമുക്ക്. ഓക്കെ, അടിച്ചല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നതേ, ഇപ്പൊ ഞാനിത് ഇത് സത്യം പറഞ്ഞാൽ ഇതിപ്പോ എനിക്കറിയില്ല, അത് റാൻഡം ചാർട്ടാ. പക്ഷെ
ഇവിടെ ഇത് എന്തുകൊണ്ടാണ് എൻട്രി എടുത്തതെന്നുള്ളതും അതുപോലെ തന്നെ ഇതിങ്ങനെ വരാനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. നമ്മൾ ആ കാരണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അതിന് ശ്രമിക്കണം. നിങ്ങൾ ഓരോരുത്തര് അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളും കാണിക്കും. ഇപ്പൊ ഞാനായാൽ പോലും ഞാൻ ഒന്നാമത് പ്രോഫിറ്റും കാര്യങ്ങളും കാണിക്കാത്തതിന്റെ മെയിൻ കാരണം അതാ. ഓക്കെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോഴേ നിങ്ങൾ എന്താ ചെയ്യുന്നറിയോ വാചാലരാകും. ഓക്കെ. അതായത് നിങ്ങൾ അതിൽ മോഹം കൊണ്ടിട്ട് നിങ്ങളത് വിശ്വസിച്ചിട്ടൊക്കെയാണ് ഓടിച്ചെല്ലണത്. ഇപ്പൊ എന്റെ കേസായാലും ഓക്കെ. ഇപ്പോ ഞാൻ ഭയങ്കര മാന്യനാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സത്യസന്ധനാണെന്നോ ഞാൻ വാദിക്കാനോ പറയാനോ അല്ല ഞാൻ പറയണത്. നമ്മുടെ പൈസ പോകുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. ഓക്കെ. നമ്മൾ കൃത്യമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന ചില ആൾക്കാര് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് വാശി പറഞ്ഞ് ബലം പിടിച്ച് ജോയിൻ ചെയ്തിട്ട് എൻ്റെ ക്ലാസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്നോട് റീഫണ്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം പഠിച്ചിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരോട് ചെയ്യണത് തെണ്ടിത്തരാവും നമ്മൾ അല്ലേ. അതായത് മോശം പരിപാടിയാണ്. കാരണം വെച്ചാൽ ആ കോഴ്സ് പഠിക്കുന്ന ആ വേളയിലോ അല്ലെങ്കിൽ ആ ഒരു പകുതി സമയത്തോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അവർക്ക് പറയാം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കിട്ടണില്ല അല്ലെങ്കിൽ മനസ്സിലാവണില്ല, എനിക്ക് പഠിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയാം. ഇത് ആ കോഴ്സ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ എനിക്കിത് അറിയില്ല, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് വോളിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കൂല എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ മനസാക്ഷി പ്രകാരം നമ്മൾ കൊടുത്തേനെ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ഇവിടെ ഒരു ട്രെൻഡ് മോഡൽ ഫോം ആയിട്ടുണ്ട് ശരിക്കും. നമുക്കത് ഭയങ്കരമായിട്ട് വലുതായിട്ട് എടുക്കാൻ പറ്റില്ല. ഈ ഏരിയ നിന്നുകൊണ്ട് ഒരു ട്രെൻഡ് കണ്ടോ ഇവിടെ. ഓക്കെ. അപ്പൊ ആ ട്രെൻഡൊക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കാം മാർക്കറ്റ്. മേ ബി ടോപ്പിലേക്ക് വരാം. ഓക്കെ. ഇവിടെ നടന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ വരച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഞാൻ മുമ്പ് ഇത് പറഞ്ഞ വിശ്വസിക്കില്ല. പിന്നെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. ഇപ്പൊ നിങ്ങൾ നോക്കി ആ ട്രെൻഡിലേക്ക് വന്ന് അപ്പൊ ആ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് ഫെയിൽ ആയിട്ട് മുകളിലേക്ക് പോയതുണ്ടോ. ഇത് നിങ്ങളൊരു പ്രീമിയം മേടിച്ചിട്ട് ഇതുപോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഓക്കെ. ഇതുപോലെ ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ട്രെൻഡ് മേൽ വന്ന് ഇതാവുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് പഠിച്ചു നോക്കി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാനിപ്പോ റാൻഡായിട്ട് ഇത് എടുത്തതെന്ന് പറഞ്ഞാല് കുറെ പേര് ഇപ്പൊ കമന്റ് ഇടാൻ വേണ്ടി വരും. അതായത് ഉവ്വ നീ അത് നിനക്ക് അറിയാം, അതാണ് നീ കറക്റ്റ് ടാർഗറ്റ് വെച്ചത് SL വെച്ചതെന്നൊക്കെ ഓരോരുത്തർ പറയും. ഇതിപ്പോ സ്റ്റുഡൻസിന് അറിയാം എനിക്ക് ഇങ്ങനെ എടുക്കാൻ അറിയോ ഇല്ല എന്നൊക്കെ. ഇപ്പൊ എൻ്റെ ഈ കോഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്തുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത്, അതുപോലെ തന്നെ എന്താണ് റീസൺ കാര്യങ്ങൾ, എനിക്ക് എങ്ങനെ അറിയാം ഇത് റിവേഴ്സ് ആവുമെന്നൊക്കെ അത് അവർക്ക് അറിയാം. കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ. എന്നാൽ അവർ പ്രോഫിറ്റ് അല്ല. അപ്പോൾ എടുത്ത 3 ദിവസം അല്ല 2 ദിവസം ലോസാണ് അവർ. അത് എൻ്റെ മിസ്റ്റേക്ക്. കാരണം ഞാൻ എൻ്റെ വാക്കിൻ്റെ പുറത്താണല്ലോ അവർ എൻട്രി എടുക്കാൻ ശ്രമിക്കുള്ളൂ. അത് എനിക്കൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് അതവർക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്താ കാരണം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. ഓക്കെ. ഇതാണ് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് വരുന്നത് ട്ടാ. നേരത്തെ ട്രെൻഡ് അല്ല. നേരത്തെ ട്രെൻഡ് ഞാൻ ഇതിലെയാണ് വരച്ചിട്ടുള്ളത്. ഇതിലേ ചേർത്താണ് വരച്ചിട്ടുള്ളത്. ചെറിയ ട്രെൻഡ് ആയിട്ട് വരച്ചിട്ടുള്ളത്. ഇതാണ് വലിയ ട്രെൻഡ് വരുന്നത് ട്ടാ. ഓക്കെ. ഇതിപ്പോ എന്താണ് ട്രെൻഡിന് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് അറിയോ. ഇപ്പൊ ഇവിടെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ. ഈ ഏരിയ മൊത്തം ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് അല്ലേ. ഇല്ലേ കണ്ടോ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനിടയിലൊക്കെ എന്തുണ്ട് ലിക്വിഡിറ്റി ഉണ്ടാവും. അത് മാർക്കറ്റിന് വന്ന് എടുത്തൂടെ. നോക്കി നോക്കാം നമുക്ക്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കി ഇപ്പൊ നടക്കണതിന് മുമ്പ് പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊരു സ്ട്രോങ് ട്രെൻഡ് ആണെങ്കിൽ എന്തുണ്ടാവും അറിയോ. ഈ ട്രെൻഡിന്റെ ഉള്ളിൽ ബയ്യേഴ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതിന്റെ അടിയിലേക്ക് വരും. ഓക്കെ. നിങ്ങൾ നോക്കിക്കോ. ഇതിന്റെ അടിയിൽ ഇത് ഇവിടെ ഫെയിൽ ആവുകയാണെങ്കിൽ വിചാരിക്കാം. ഓക്കെ. ഇവിടെ ഫെയിൽ ആവുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഫെയിൽ ആയി നിൽക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ഇട്ട കാണില്ല. ഒരു 15 മിനിറ്റോ 1 അവർ ഒക്കെ ഇട്ടാല് 50 മിനിറ്റ് ഒക്കെ ഇട്ടാൽ ശരിക്കും മനസ്സിലാവും.
ഓക്കെ, ഇവിടെ ഫെയിൽ ആവുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരും. അല്ല, അത് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ അത് സെല്ലേഴ്സ് ഫെയിൽ ആയി നിൽക്കുന്നത് എന്താന്ന് നോക്കാം നമുക്ക് സെനാരിയോ കേട്ടോ. ഓക്കെ, ഇപ്പോൾ കാണുന്നത് എന്താണ്? സെല്ലേഴ്സ് ഫെയിൽ ആയത് കാണുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എൻട്രി എടുക്കാം. എവിടെ നിന്ന്? ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാന്ന് പറയാൻ കാരണം എന്നറിയോ? ടാർജറ്റും കൂടും വരെ വയ്ക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാൻ കാരണം? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ ഉണ്ടാ. ഓക്കെ, മുകളിൽ കയറ്റിക്കണം കേട്ടോ. അതിൻ്റെ ആ ക്യാൻഡിലുകളുടെ മുകളിൽ കയറ്റിക്കണം എപ്പോഴും. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ്. നമുക്ക് ഇവിടെ നിന്ന് രണ്ട് എടുക്കാമല്ലോ ശരിക്ക്. ഓക്കെ, എസ് എൽ എങ്ങനെ വയ്ക്കും? ചെറിയ എസ് എൽ വയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിലൊക്കെ എസ് എൽ വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടാർജറ്റ്. ഓക്കെ, ഇതടിക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല, നോക്കി നോക്കാം. ആ ട്രെൻഡ് വാലിഡ് ആണെങ്കിൽ താഴത്തെ ആ ലിക്വിഡിറ്റി വന്നെടുക്കും. ഓക്കെ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. വീണ്ടും ആ ട്രെൻഡിലേക്ക് തന്നെയാണ് പോണേന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, വാട്ടെവർ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം ഇത്ര തന്നെ ആകുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ആയി. ഓക്കെ, ഇത് 50 മിനിറ്റിലാണ് ഞാൻ പറഞ്ഞത്. 2 പ്രാവശ്യം ഫെയിലായി. ഓക്കെ, നിങ്ങൾ ഈ ഏരിയ ഒന്ന് നോക്കിക്കേ. 2 പ്രാവശ്യം ഫെയിലായില്ലേ വന്നിട്ട്. ഈ 2 പ്രാവശ്യവും ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ അടിയിലാണ് ക്ലോസിങ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചാർട്ടിന് വായിക്കേണ്ടത്. ഓക്കെ, കണ്ട ടാർജറ്റ് അടിച്ചു. അതായത് ഞാൻ പറയട്ടെ, എനിക്കിപ്പം ചിരി വരുന്നത് എന്താന്ന് വെച്ചിട്ടില്ലേ, ഇത് ഞാൻ കാണാത്ത അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു ചാർട്ടിൽ ഞാനിത് പറയണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു പ്രീമിയം മേടിക്കുക, ഒരു 3000 4000 കൊടുത്തിട്ട് നിങ്ങൾ പ്രീമിയം മേടിക്കുക. ഓക്കെ, 6000 കൊടുത്തു കഴിഞ്ഞാൽ പ്രോ കിട്ടും. നിങ്ങൾ മേടിക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ നമ്മളെ എന്താ പറയാന്നറിയോ, ക്രാക്കഡ് ഒക്കെ കിട്ടും. പക്ഷേ ഈ ലിങ്ക് ഇതാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളെ പൈസ പോവും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹാക്ക് ആയിപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക. ഏറ്റവും നല്ലത് സ്വന്തം കാശ് കൊടുത്ത് നമ്മുടെ ഈ ട്രേഡിംഗ് വ്യൂവിൽ ഇതെടുക്കുകയാണ്, പ്രീമിയം എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള എന്താ പറഞ്ഞാൽ എപ്പോഴും പറയുന്നു, നിങ്ങൾ കാശ് കൊടുത്ത് പഠിക്കണം എന്നില്ല. ഓക്കെ, ഒരാളെ കോഴ്സ് എടുത്ത് പഠിക്കണം നിർബന്ധമില്ല. നിങ്ങൾ ചാർട്ടിൽ ഇതുപോലെ ഇരുന്ന് വായിച്ച് പഠിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ടൈം ഫ്രെയിമും ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിലെ ഒറ്റ പ്രശ്നം ഇതിൽ വരുന്നുള്ളൂ. എന്താണ് ഒറ്റ പ്രശ്നം ഇതിൽ വരുന്നുള്ളൂ? ധൈര്യം വേണം എൻട്രി എടുക്കാൻ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ വലിയ മലമറിഞ്ഞ സംഭവമൊന്നും ഇതിൽ നടക്കാനില്ല. ധൈര്യം വരണം, എൻട്രി എടുക്കാനുള്ള ധൈര്യം വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എൻട്രി എടുക്കണതും ഇങ്ങനെ സംസാരിക്കണതും ഒന്നും ഞാൻ കാണിച്ചു തരണത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ പറഞ്ഞാലേ കുറൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, എൻട്രി സെറ്റപ്പ് വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞ പോലെ വരണം. പക്ഷെ അത് ഇപ്പോൾ ഈ ചാർട്ടിൽ വരുന്നില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ഓടിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഒരു 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലത്തെ സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ആക്ച്വലി ഒന്നത് ഞാൻ 1 മിനിറ്റിൽ എടുക്കാറില്ല എൻട്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നപ്പോഴാണ്. ഇത് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് അത് പറഞ്ഞു തരുന്നത്. 1 മിനിറ്റിനും കാണുന്നില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത് ചാർട്ട് വായിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു 1 മിനിറ്റിലൊക്കെ ഇടുമ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. പിന്നീട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? റെസിസ്റ്റൻസ് ആയി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ശരിക്കും അതെന്താണ്? ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി എടുക്കുന്നത്. നോക്കിയേ, ഇതൊരു ഇൻഡ്യൂസ്മെന്റാ. ഓക്കെ, ഇതിന്റെ മുകളിലത്തെ ലിക്വിഡിറ്റി ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. കണ്ട, ഇത് വന്ന് എടുത്തിട്ടുണ്ട്. കണ്ട, നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലേക്ക് ഈ ക്യാൻഡിൽ, അതായത് ഈ മാർക്കറ്റ് തിരിച്ചു വന്നാൽ ഇവിടെ നിന്ന് റിവേഴ്സ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഒരു ലിക്വിഡിറ്റി എടുക്കാത്ത ട്രെൻഡ് ലൈനായി മാറുകയും വേണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കൊടുക്കാന്നുള്ളൂ. ഞാൻ 3 മിനിറ്റ് ഇടാം, ഒരു ഭംഗിയില്ല ഞാൻ കാണുമ്പോൾ. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ലിക്വിഡിറ്റി എടുക്കുന്നത് മനസ്സിലായില്ലേ? നോക്കി, ആണോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തില്ലേ? ആ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും ഞാൻ കളയട്ടെ കേട്ടോ. ഏരിയയിലേക്ക് വന്നാൽ മാർക്കറ്റ് എന്താ താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കി നോക്കാം.
അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കണം? ഇവിടെ വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഈ ഇതെങ്ങനെ എടുക്കാന്നറിയോ? ഇതെങ്ങനെ വരയ്ക്കണ്ടേന്നറിയോ? ഇങ്ങനെ വരയ്ക്കണം കേട്ടാ, ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളൂ. മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇൻസൈഡ് ക്യാൻഡിലുകൾ വന്നിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, മാർക്കറ്റ് എന്നിട്ട് അതിൻ്റെ പകുതിയിലേക്ക് വെക്കുക. പകുതിയിലേക്ക് വെക്കാൻ കാരണം എന്താണ്? ഈ ക്യാൻഡിൽ കണ്ടാ, ഈ ക്യാൻഡിലിൻ്റെ മുകളിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രോങ് ക്യാൻഡിലല്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ടൊക്കെയാവും മാർക്കറ്റ് 90% പോവാറ്. അപ്പോൾ അതാണ് ഞാൻ വെക്കാൻ കാരണം. ഈ ഒരു ഹൈൻ്റെ മുകളിൽ വെച്ചാൽ മതിട്ടാ. ഏത് ഹൈ? ഈ ഹൈ ഇല്ലേ, ഈ ഹൈ, ഈ ഒരു നിര, അതിൻ്റെ മുകളിലാണ് SL വെച്ചിട്ടുള്ളത്. ടാർജറ്റ് എവിടെ വയ്ക്കും? ടാർജറ്റ് താഴെ വയ്ക്കും. ഇതിപ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല കേട്ടാ. ഇപ്പം ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റണത് എന്താണ്? ഒരു ട്രെൻഡ് അല്ലേ, ഒരു ട്രെൻഡ് ഫെയിൽ ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി മാർക്കറ്റ് മുകളിൽ വന്നാൽ എവിടേക്ക് വരും? താഴേക്ക് ഈ ലിക്വിഡിറ്റി എടുക്കാൻ വരായിരിക്കും. ഇപ്പൊ ഇവിടെ നടന്നത് നോക്കിയേ, കണ്ട, ഞാൻ പറഞ്ഞത് കറക്റ്റ് ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നോക്കിയേ, ഇവിടെ ഒരു പ്രശ്നം മീൻസ് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ഈ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. ഓക്കെ, അതൊരു സെനാരിയോ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നീട് ഒരു എന്തായി മാറും? ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയി മാറും. അതേപോലെ റെസിസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്ന് കണ്ടില്ലേ? ഓക്കെ, ഇനി ഓർഡർ ബ്ലോക്കിലേക്ക് പോയിട്ട് മാർക്കറ്റ് എന്താണ് റിവേഴ്സ് ആവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല കേട്ടാ. ഓക്കെ, അതിന് മുമ്പ് റിവേഴ്സ് ആവണ പോലെ കാണിക്കണത്. ചിലപ്പോൾ വേറെ കേസും കൂടി ഉണ്ട്. ഇനി മാർക്കറ്റ് സെനാരിയോകളാണ് ഞാൻ പറയണത് കേട്ടാ, അതായത് സാഹചര്യങ്ങളാണ് പറയണത്. മാർക്കറ്റ് ഇനി ഇതിന്റെ മൊത്തം ലിക്വിഡിറ്റി എടുത്തിട്ട് നേരെ മുകളിൽ പോയിട്ട് അവിടെയുള്ള ഇംബാലൻസ് അല്ല, ഇംബാലൻസ് ആണ്. ഏത് ഇംബാലൻസ് അറിയോ? പറഞ്ഞ തീരില്ല, കുറെ ഉണ്ടാവും ഈ വീഡിയോ. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടില്ലേ, ഈ ഇംബാലൻസ് ഫുൾ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ലിക്വിഡിറ്റി മൊത്തം എടുക്കും. പിന്നെ അതിന്റെ മുകളിൽ ഇംബാലൻസ് ഉണ്ടാ. ഓക്കെ, ഇവിടെ ഇംബാലൻസ് ഉണ്ട്, കണ്ടോ? നോക്കിയാ ഇവിടെ ഇംബാലൻസ് ഉണ്ട്, നല്ല ക്ലീൻ ഇംബാലൻസ് ആ, ഗ്യാപ്പ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ അതെടുക്കാൻ ചാൻസ് കൂടുതലാണ് മാർക്കറ്റ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയ ഉണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നും അതായത് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ റിവേഴ്സ് ആവുമ്പോൾ എന്താണെന്നറിയോ? എന്താണ് ഉണ്ടാവുക വെച്ചാൽ, ഇപ്പൊ ഈ ക്യാൻഡലിന്റെ ഹൈ എടുക്കും മാർക്കറ്റ് വന്നിട്ട്. ഇതിന്റെ ഹൈ എടുത്തിട്ടായിരിക്കും റിവേഴ്സ് ആവുക. മേ ബി ഇതിന്റെ ഹൈയും കൂട്ടിയെടുക്കാം. ഓക്കെ, നമുക്കറിയില്ല, എനിക്കറിയില്ല ഇത് എന്താ നടക്കാന്നുള്ളത്. ചിലപ്പോൾ നേരെ താഴേക്കും വരാം. എന്ത് വേണം സംഭവിക്കാം മാർക്കറ്റ്. ഇപ്പൊ ഇവിടെ ഒരു സംഭവം കാണിക്കുന്ന നോക്കിയാൽ, ഓക്കെ, ഇപ്പോ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ, ഏത് ഏരിയ? ഈ ഒരു ഏരിയ, ഈ ഒരു റെഡ് കാൻഡലിന്റെ ഏരിയ ഇപ്പൊ അത്യാവശ്യം ഒരു സപ്പോർട്ടായി മാറുന്നുണ്ട്. ഓക്കെ, കാരണം പ്രീവിയസ് ഏരിയയും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ട ഈ ഒരു, അത് നിങ്ങൾ വായിക്കണം, നിങ്ങളുടെ കഴിവാണ് ഇങ്ങനെ വായിക്കണത്. ഓക്കെ, ഒരു ഇതായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലില്ലേ, ഈ ഒരു ക്യാൻഡിൽ കണ്ട നല്ല അത്യാവശ്യം നല്ലൊരു ഹാമർ ക്യാൻഡിൽ അല്ലേ, അതിന്റെ പുഷിങ് കാണിക്കുന്ന ക്യാൻഡിൽ അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഇംബാലൻസ് ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കണ്ട, കൺസിഡർ ചെയ്യണം. കാരണം അന്നത്തെ ദിവസത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അന്നത്തെ ദിവസത്തെ ലിക്വിഡിറ്റി നല്ല ഇതാണ്. ഈ ലിക്വിഡിറ്റി ഇതിങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഡബിൾ ടോപ്പ് ബോട്ടം പോലെ ഒരു രണ്ടെണ്ണം ഇല്ലേ, ഒരു റെഡും ഗ്രീനും, അത് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. അത് ഓർഡർ ബ്ലോക്ക് ആക്കി കൺസിഡർ ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ള ഈ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ മിറ്റിഗേറ്റ് ചെയ്താൽ അപ് ട്രെൻഡിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോഴും വേറെ കേസ് ഉണ്ട്, നമ്മളിത് വായിച്ചോണ്ടിരിക്കണം. കണ്ട ഈ ഇതൊരു ട്രെൻഡ് പോലെ പോണത്. ഓക്കെ, അപ്പൊ ഇനി ആ ട്രെൻഡിലും കൂടി ടാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ മൊത്തത്തിൽ വന്ന് എടുക്കേണ്ടി വരും.
ഇത് പിറ്റൂസ് ആയ കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ എൻട്രി എടുക്കുന്ന സെറ്റപ്പ് നമുക്ക് കളയും. കാരണം പിറ്റൂസ് ആയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം തന്നെ SMC നോക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ വാലിഡ് ആയി വരണം. ഓക്കെ, ഇതും കൺസോൾട്ടേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് റേഞ്ച് ഹൈയും ലോയും എടുക്കുന്നില്ല മാർക്കറ്റ്. ഇത്തിരി വലിയ ടൈം ഫ്രെയിം ഇട്ടേട്ടാ, അപ്പൊ ഇത്തിരി സ്പീഡ് കിട്ടും നമുക്ക്. അവിടെ നല്ല ക്ലീൻ ഇംബാലൻസ് ഉണ്ട് ഇവിടെ ഈ റേഞ്ചിൽ കാണാമല്ലോ. ഇവിടെ നല്ലൊരു ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിവിടെ നിർത്തിയിട്ട് മുകളിൽ പോയിട്ട് ടോട്ടൽ എടുത്ത് വരാനോ ഭാഷ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ കാണണം നിങ്ങൾ നോക്കിക്കേ. ഇവിടെ എന്തുണ്ടാവണെന്ന് വെച്ചാലില്ലേ, ക്ലീൻ എന്തുണ്ടാവണ്, ട്രെൻഡ് ഫോം ആവുന്നുണ്ട്. എന്ത് സെല്ലേഴ്സ് അല്ല സോറി, അതായത് ആരാണ് ഫെയിൽ ആവണ ഇവിടെ? സെല്ലേഴ്സ് ഫെയിൽ ആവണാണ് കേട്ടോ. ഓക്കെ, ബയ്യേഴ്സ് പുഷ് ചെയ്യാനോട്ടാണല്ലോ വിക്കുകൾ വന്നിട്ട് മുകളിൽ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലീനാ. അപ്പൊ ഇവിടെ എന്താണെന്നറിയോ, മുകളിൽ തല്ലി കുടിച്ച് എടുത്തിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഏരിയത്തിൽ കുടിച്ച് എടുത്തിട്ട് മാർക്കറ്റ് നല്ല റിവേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പഴയ ട്രെൻഡ് കണ്ടോ, പഴയ വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ്. ഓക്കെ, ആ ട്രെൻഡ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാണ് കേട്ടോ നീട്ടിയിട്ട്. ചിലപ്പോൾ ആ ട്രെൻഡ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് നേരെ താഴേക്കും വരാം. ഓക്കെ, ഞാൻ 50 മിനിറ്റ് ഇടാം, അപ്പൊ നമുക്ക് ഫെയിൽ എങ്ങനെയാന്നുള്ള അറിയാം ട്രെൻഡിന്റെ അവിടെ എത്തുമ്പോഴേ. ഓക്കെ, ബട്ട് ഞാൻ നോക്കിയെന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കിയേ, അവിടെ കറക്റ്റ് ഒരു സ്ലോപ്പായിട്ട് ഫെയിൽ ആവണുണ്ടോ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലോപ്പായിട്ട് ഫെയിൽ ആവണുണ്ടോ? ഓക്കെ, അത് 50 മിനിറ്റിൽ നല്ലൊരു ബ്രേക്കിംഗ് കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകട്ടോ, അത് വേറെ കാര്യം. ഓക്കെ, 50 മിനിറ്റിൽ ഇത് ബ്രേക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നല്ലൊരു ക്ലോസിംഗ് അല്ല കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നടന്നുള്ള സെനാരിയോ നോക്കിയേ, നടന്നുള്ള സെനാരിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ബ്രേക്കിംഗ് കാണുമ്പോഴേ 50 മിനിറ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു ബ്രേക്കിംഗ് കാണുമ്പോൾ ആൾക്കാർ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ രണ്ട് ലിക്വിഡിറ്റിയും വന്നിട്ട് ഈ ഒറ്റ കൈലൊന്ന് സ്വീപ്പ് ചെയ്തു. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം അങ്ങനെ വരികയാണെങ്കിൽ. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ഈ ഒരു സംഭവം നേരെ വരുന്നുണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് നേരെ വരുന്നുണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രോങ് കാൻഡിലിന്റെ ആ ഒരു സെയിം ആ ഒരു ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. പക്ഷെ ഇങ്ങനെ കണ്ണടച്ച് എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം എന്നാല് ഇവിടെ വേറൊരു സംഭവം കാണിക്കുന്നു. നോക്കിയേ, ഈ ഒരു ട്രെൻഡിന്മേല് ഇവിടെ വന്നിട്ട് സെല്ലേഴ്സ് വന്ന് ഫെയിൽ ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ അടിയിലേക്ക് ഒരു ക്ലോസിംഗ് കിട്ടിയിട്ട് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് നോക്കി നോക്കാം. കണ്ടാ, ഇപ്പൊ അവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് ആവില്ലായിരുന്നില്ലേ? ഇല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ ഞാൻ അത് പറയാൻ കാരണം, ഓക്കെ, നമ്മൾ ഇങ്ങനെ വായിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്താണ്. ഓക്കെ, ഇവിടെ ഈ ഒരു 3 തവണ നല്ല അട്ടിപ്പിച്ച് വിക്ക് വന്ന് 50 മിനിറ്റ് ക്യാൻഡിലാണെന്ന് ആലോചിക്കണം കേട്ടോ. വിക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ ഒരു ട്രെൻഡ് വരച്ചു. അവിടെ വന്ന് അതിന്റെ ഉള്ളിൽ വന്ന് സെല്ലേഴ്സ് വന്ന് ഫെയിലായി. കാരണം ബയേഴ്സിന്റെ പ്രഷർ കാരണം സെല്ലേഴ്സ് ഫെയിലായി. പിന്നെ പിറ്റേ ദിവസമാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അന്നത്തെ ദിവസം ക്ലോസ് ആയിട്ട്. ഓക്കെ, പിറ്റേ ദിവസം അല്ല അത്, അതെ, ജൂൺ 5-ാം തീയതി. ഓക്കെ, പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ഓപ്പൺ ആയിട്ട് എന്താണ് കാണിച്ചത്, മൊത്തം സെല്ലടിച്ചു. ഇവിടുത്തെ ഈ ഏരിയത്തെ മൊത്തം സെല്ലടിച്ചു, ക്ലോസ് ആയിട്ട് നോക്കട്ടെ കേട്ടാ. ഇല്ല, എന്റെ പൊന്നോ, ഇങ്ങനെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ ഇത്രയും നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈന് അല്ലെ, ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രോങ് കാൻഡിലാ. ഇങ്ങനെ സ്ട്രോങ് കാൻഡിൽ വന്നാല് പിന്നെ നമ്മൾ താഴേക്ക് എൻട്രി എടുക്കാൻ പാടുണ്ടോ? നമ്മൾ താഴേക്ക് എൻട്രി എടുക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ പാടില്ല. കാരണം എന്താണെന്നറിയോ, ഇത്രയും നേരം റെസിസ്റ്റ് ചെയ്തൊരു ഏരിയ ആണിത്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. മാർക്കറ്റ് റീടെസ്റ്റിന് വരും. എങ്ങനെ വരും? ഇങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഫെയിലായി വരണം. ഓക്കെ, ഫെയിലായി വന്നിട്ട് ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിലൊക്കെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകണം. അങ്ങനെയാണ് നല്ലൊരു മാർക്കറ്റ്. ഇങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എങ്ങനെ കൂടെ വന്ന് കുറച്ചും കൂടെ ഇറങ്ങിയിട്ട്
തിരിച്ച് ഒറ്റ പോക്ക് മുകളിലേക്ക് പോകണം. മൊത്തം ലിക്വിഡിറ്റി എടുക്കാൻ പോകണം. ഓക്കെ. ഇപ്പൊ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള കാരണം എന്താന്ന് നോക്കിയൊക്കെ. ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പൊ റിവേഴ്സ് ആയിട്ടുള്ളത്. അത് കുറച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നണതാണ് ഞാൻ പറയണത് കേട്ടാ. തോന്നിയതെന്നല്ല, നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവുമല്ലോ, അത് പറയണത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ചിലപ്പോൾ റിവേഴ്സ് ആവാൻ ചാൻസും ഉണ്ട്, കാരണം അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. സെല്ലേഴ്സ് പതുക്കെ പതുക്കെ ഫെയിൽ ആവണണ്ട. ഓക്കെ, ഡൊമിനേറ്റ് ചെയ്യാണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ ചെയ്യുന്ന അറിയോ? ശരിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കി നിങ്ങൾ ഇങ്ങനെ വരയ്ക്കട്ടാ, കറക്റ്റ് വരയ്ക്കട്ടെ. ഓക്കെ, ഇപ്പൊ എന്താണ് ഇവിടെ കണ്ടത്? നമുക്ക് 15 മിനിറ്റിൽ സെല്ലേഴ്സ് ഫെയിൽ ആയിട്ട് മുകളിൽ ക്ലോസിങ് കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി എടുക്കാം. ഇത് SL അടിക്കാതിരിക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു എൻട്രി എടുക്കാം. SL എവിടെ വയ്ക്കും? ഏകദേശം നമുക്കൊരു 20 പോയിന്റ് ഒക്കെ SL വയ്ക്കാം. ഓക്കെ, 20 പോയിന്റ് SL വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഇത് വയ്ക്കുക കേട്ടാ. അതുപോലെ തന്നെ മെയിൻ ടാർഗറ്റ് ഏത് വെക്കണം? കാരണം ഇവിടുത്തെ ലിക്വിഡിറ്റി ഒന്നും എടുത്തില്ലല്ലോ. നമുക്ക് മെയിൻ ടാർഗറ്റ് ഇത് വയ്ക്കാം. മെയിൻ ടാർഗറ്റ് മീൻസ് പ്രയോറിറ്റി അതിന് കൊടുക്കാം. പക്ഷെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന പോലെ ഈ ഹൈ ഒക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, SL അതായത് ഈ ഹൈ എടുക്കുക, അതായത് ഈ ഹൈ എടുക്കാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേടിച്ച വില ഉണ്ടല്ലോ, പ്രീമിയം ചാർട്ടിൽ മേടിച്ച വിലയിൽ നിന്ന് എടുത്തിട്ട് എന്തെങ്കിലും കിട്ടണം. അതായത് SL ഉണ്ടല്ലോ, SL എടുത്തിട്ട് മേടിച്ച വിലയിലേക്ക് ഇടേണ്ട വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. ഓക്കെ, ഒന്നാമത് 3 മണി എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ അതാണ് ആ വർത്താനത്തിൽ തെറ്റ് വരുന്നത് കേട്ടാ. കാരണം ഇത്രയും നേരം ഞാൻ ബാക്ക് ടെസ്റ്റ് നടത്തായിരുന്നു. ഓക്കെ, ഇപ്പൊ ഓൾറെഡി നമ്മൾ SL കയറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ അത് വന്ന് അടിച്ചാലും കുഴപ്പമില്ല. കാരണം ഈ ഒരു മൂവ്മെന്റ് ഇപ്പൊ 50 മിനിറ്റിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഇതായിട്ടുണ്ടാവും. എന്തായിട്ടുണ്ട്? ഓക്കെ, നോക്കിയേ, ഇതൊന്നും ഞാൻ പ്ലാൻഡ് അല്ല കേട്ടോ. ഞാൻ എൻ്റെ അമ്മനാണ് സത്യം പറയാൻ, ഞാൻ പ്ലാൻഡ് അല്ല ഈ വീഡിയോ കാണിക്കുന്നത്. റാൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. പക്ഷെ ഇതെൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസുമിൽ ഞാൻ സ്റ്റഡി നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് കാണായാലും എല്ലാത്തവരായാലും ഞാൻ മൊത്തത്തിൽ പറയണത്, നിങ്ങൾക്കും ഇതിലും സൂപ്പറായിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാനും ചെയ്യാനും ഒക്കെ പറ്റും. ഇതേപോലെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇപ്പൊ ഈ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള കാരണം എന്താ നോക്കിയേ. ഇതിങ്ങനെ വായിച്ചാൽ മതി, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നോക്കി, ഇവിടെ നല്ല പ്രഷർ ഉണ്ട്, ഇവിടെ നല്ല പ്രഷർ ഉണ്ട്. അപ്പൊ ഇത്രയും പ്രഷറിന് ശേഷം ഇതിന്റെ ഉള്ളിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ അതേ സെയിം ഏരിയയിൽ മാർക്കറ്റ് വന്നു. ഈ രണ്ടിന്റെയും ഹൈ എടുക്കാണ്ട് മാർക്കറ്റ് വരില്ല. ഇത് രണ്ടും എന്താണ്? ഡബിൾ ടോപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ഹൈ എടുത്തിട്ടുണ്ട് ഇവിടെ മാർക്കറ്റ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടാ. കണ്ട, ഹൈ എടുത്തിട്ടുണ്ട്, ഡബിൾ ടോപ്പ്. അതിന് ഹൈ കണ്ട, ഇവിടുത്തെ ഹൈ എടുത്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് വന്നിട്ടുള്ളത്. ഞാൻ നുണ പറയില്ല എന്നാൽ എനിക്ക് ഈ ആവശ്യമുണ്ട്. ഉഡായിപ്പ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള പോലെ പറയും. പിന്നെ എൻട്രി എടുക്കുമ്പോൾ SL അടിക്കും, പ്രോഫിറ്റ് അടിക്കും. അതിലല്ല പ്രാധാന്യം. ഇതിൽ എത്ര സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുമോ, എത്ര സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഇതിനെ നോക്കി കാണാൻ പറ്റുമോ. ഒരിക്കലും ഒരാള് പഠിപ്പിച്ചു തന്നു, ഒരു മെന്റർ നിങ്ങൾക്ക് ഒരു സാധനം പഠിപ്പിച്ചു തന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇപ്പൊ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയില്ലെങ്കിൽ 10 ദിവസമായാലും 15 ദിവസമായാലും 1 മാസമായാലും പ്രോഫിറ്റ് ആയില്ലെങ്കിൽ ആ ഒരു മനുഷ്യനെ കുറ്റമല്ല പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞ റൂളും ആ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അദ്ദേഹം പറഞ്ഞ സെറ്റപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അദ്ദേഹത്തിന് പഠിപ്പിച്ചു തരാനേ പറ്റുള്ളൂ. ഒരിക്കലും ആ ഒരു മനുഷ്യർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആക്കി തരാനൊന്നും പറ്റില്ല. നമുക്ക് വേണ്ടത് നമുക്ക് കഷ്ടപ്പെടണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിപ്പോ SMC പഠിപ്പിക്കാൻ വന്നിട്ട് എന്തിനാണ് ഇത് പറയണതെന്നൊക്കെ തോന്നുന്നവർക്ക് മനസ്സിലാവാൻ, അതായത് ചാർട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അത് പറഞ്ഞുതരാന്നുള്ള ഉദ്ദേശത്തിൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പോ ഇപ്പൊ ഇനി മാർക്കറ്റ് എന്ത് സെനാരിയോ? കാരണം മോളിൽ പോയി എടുത്തു. ഈ മാർക്കറ്റിന് വീണ്ടും മോളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി മാർക്കറ്റിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇംബാലൻസ് ഉണ്ട് അല്ലേ? ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലോട്ട് ഓഫ് ലിക്വിഡിറ്റീസ് ഉണ്ട്. ഈ മാർക്കറ്റിന് അടിക്ക് വന്നൂടെ? ജസ്റ്റ് നിങ്ങൾക്ക് കണ്ണടച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒറ്റയടിക്ക് മാർക്കറ്റ് വരില്ല.
കാരണം ഇവിടെ ഓൾറെഡി റിവേഴ്സ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഏരിയ. ഓക്കെ, മേ ബി മാർക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് പോയിട്ട് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും വിലപ്പോൾ വരാം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റിൽ അവിടെ വല്ല ഓർഡർ ബ്ലോക്കോ വല്ല ഇംബാലൻസ് ഉണ്ടോ എന്ന് നോക്കാം ഈ വരുന്നതിൽ. അങ്ങനെ ഒന്നുമില്ല അല്ലേ, അങ്ങനൊന്നും ഇവിടെ ശരിക്കും കാണുന്നില്ല. നല്ലൊരു ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം കേട്ടോ, നമുക്ക് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഇന്നത്തെ അത് ഈ സെയിം ഡേയിൽ തന്നെ വരണമെന്നില്ല. ഇപ്പൊ ഓക്കെ, അടിച്ചോക്കട്ടെ. കണ്ട, ഒരു പ്രാവശ്യം മാർക്കറ്റ് റിജക്റ്റ് ആയ ആ ഏരിയയിൽ വരുമ്പോൾ റിജക്റ്റ് ആവാനുള്ള ആ ഒരു സെനാരിയോ കാണിക്കുന്നുണ്ടാ. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ വായിക്കേണ്ടത് കണ്ട. ഓക്കെ, പക്ഷെ അത് വാലിഡ് ആവണമെന്നില്ല. വാലിഡ് ആവണമെങ്കിൽ എപ്പോഴും എന്താണെന്ന് അറിയോ, എന്ത് വേണമെന്ന് വെച്ചാൽ ഈ നമുക്ക് എന്താണെന്നറിയോ, ഇവിടെ എപ്പോഴാണോ എവിടെയാണോ സ്ട്രോങ് ആയിട്ട് ഒരു ക്യാൻഡിൽ റെസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് വന്ന് നിൽക്കുന്നത്, ബ്രേക്ക് ചെയ്ത് വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണല്ലോ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത്. ഓക്കെ, ആ ക്യാൻഡിലിന്റെ ഉള്ളിലല്ലേ ബാക്കിയുള്ള ക്യാൻഡിലൊക്കെ കിടന്ന് കളിക്കുന്നത്. അപ്പൊ അതൊരു സ്ട്രോങ് ഏരിയ. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് മുകളിൽ പോകാൻ നോക്കുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ എന്താ താഴേക്ക് വരും മാർക്കറ്റ്. കണ്ട, ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ക്യാൻഡിലൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും താഴേക്ക് ഒരു എൻട്രി എടുക്കാം. അങ്ങനെ ഇത് നിങ്ങൾ വായിക്കാൻ പഠിച്ചാൽ മതി ട്ടാ. ഇത് മനസ്സിലായില്ലെങ്കിൽ 2-3 പ്രാവശ്യം ഞാൻ പറയുന്നതൊക്കെ കേൾക്കുക, സഹിച്ച് കെട്ടിന്ന് കേൾക്കുക. സഹിക്കാന്ന് പറഞ്ഞല്ലേ എന്റെ വർത്താനം. കാരണം നമുക്ക് ഇങ്ങനെ എനിക്ക് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് കറക്റ്റ് എൻട്രിയും കാര്യങ്ങളും മാത്രം പറഞ്ഞു തരാം, അല്ലെങ്കിൽ ചാർട്ട് ഇങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞു തന്നിട്ട് എടുക്കാൻ പറ്റില്ല. എന്റെ രീതി ഇങ്ങനെയാ, ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ എനിക്ക് അതുപോലെ പറ്റുള്ളൂ. ഇതിപ്പോ SL അടിക്കാൻ SL അടിക്കാതിരിക്കണ്ട. അപ്പൊ എനിക്ക് കറക്റ്റ് പറയാനൊന്നും പറ്റില്ല. ഇപ്പൊ ഇവിടെ എത്തുമ്പോ നമുക്ക് എന്തായെന്നറിയോ, ഓൾറെഡി നമ്മള് ഇത്രയും ദൂരം പോകുമ്പോന്ന് പറയുമ്പോ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഇതൊരു ഡബിൾ ബോട്ടായി കണ്ടോ. ഇതൊരു ശരിക്കും ഡബിൾ ബോട്ട് ആക്കി എടുക്കാം നമുക്കിത്. ആക്കി എടുക്കാന്നല്ല, ഡബിൾ ബോട്ട് ആണത്. നേരിയ വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ ഹൈ ലിക്വിഡിറ്റി ഉള്ളതാ, മുകളിലേക്ക് പ്രഷർ കാണുമ്പോൾ എടുക്കണതേ. ഓക്കെ, ഇപ്പൊ ഒരു 50 മില്ലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കണേ. ഞാൻ കാണിച്ചേ, ഉറക്കം വരുന്നുണ്ട്, ടൈം അതായില്ലേ. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് നല്ല പുഷിങ് കിട്ടിയ ഏരിയല്ലേ, ഇവിടെ നല്ല പുഷിങ് കിട്ടിയ ഏരിയല്ലേ. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പൊ അതേ സെയിം ഏരിയയിലൊന്ന് സെല്ലേഴ്സ് ഫെയിൽ ആയിട്ട് ഇപ്പൊ മുകളിലേക്കല്ലേ സെനാരിയോ കാണിക്കുന്നത്. അപ്പൊ ആൾക്കാർ എന്തായിരിക്കും ആ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വരും, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും 1 മിനിറ്റിലൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അങ്ങോട്ടൊക്കെ വരുന്ന വെച്ചിട്ട് ട്രേഡ് എടുക്കും. അപ്പൊ അവരുടെ SL ആണ് എന്ത് ഇത് മൊത്തം എടുക്കണത്. ഓക്കെ, ഇത് മൊത്തം എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോ അത് ഇപ്പോ നോക്കിയേ, ഇവിടെ SL അടിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇത് 50 മില്ലിക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ 5 മില്ലിക്ക് ഇടുമ്പോ കാണിക്കില്ല. കാരണം എന്താണെന്നറിയോ, കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയും വരാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് തന്നെ 100% ശരിയാവണമെന്നൊന്നുമില്ല. ഓക്കെ, ഇത് റിവേഴ്സ് ആവാനുള്ള കാരണം നമ്മൾ കണ്ടെത്താം. റിവേഴ്സ് ആവാനുള്ള കാരണം എന്താണ് നിങ്ങൾ നോക്കിക്കോ. ഇപ്പൊ 5 മിനിറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് റിവേഴ്സ് ആവാനുള്ള കാരണം കൂടി കിട്ടും. നമുക്ക് ഡബിൾ ബോട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിക്കാം, അതിലൊന്നും വിഷയമില്ല. അപ്പൊ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ചില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പൈസ പോവില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു 20 പോയിന്റ് ഒക്കെ മുകളിലേക്കോ താഴേക്കോ, അതായത് എൻട്രി എടുത്തിട്ട് പ്രീമിയം ചാർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, താഴേക്ക് മുകളിലേക്കല്ല, നമ്മൾ എൻട്രി എടുത്ത സൈഡ് ഏതാണോ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ SL മേടിച്ച വിലയിൽ കൊണ്ടുവയ്ക്കണം. ഓക്കെ, അതാണ് എൻ്റെ റൂൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക ട്രേഡ് എടുത്താലും ലോസ് ഉണ്ടാവാറില്ല, അപൂർവമൊക്കെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പൊക്കോട്ടെ, മാർക്കറ്റ് പൊക്കോട്ടെ. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഇത് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാ, ഇതിന്റെ ഈ ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഏരിയയിലുള്ള ലിക്വിഡിറ്റി എടുക്കാനോ, കാരണം ഇങ്ങോട്ട് വരുന്ന അറിയുമ്പോൾ അവർക്കറിയാം, ആർക്ക് വലിയ ടീമിനെ അറിയാം ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടെന്നുള്ളത്. ഒറ്റ ടാപ്പിങ്ങിൽ എടുത്തതായിരിക്കാം. ഓക്കെ, മേ ബി ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്നതാവും. ഇപ്പൊ SMC ശരിക്കും ഇവിടെ ഒരു 5 മിനിറ്റിലുള്ള ഒരു SMC ഞാൻ കാണിച്ചിട്ടെ. ഓക്കെ, നമുക്കിത് ഇങ്ങനെ എടുത്തൂടെ. ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കാം, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് എടുത്തൂടെ. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആക്കി എടുത്തൂടെ, ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആക്കി എടുത്തൂടെ. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്ക്, ഏത് ഓർഡർ ബ്ലോക്ക്, ഈ കാണുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാം.
ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്ക് ഒക്കെയാണ്. ചിലപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് നേരെ റിവേഴ്സ് വന്നൂടെ? എന്ത് വേണം നടന്നൂടെ? ടാപ്പ് ചെയ്തു. ഓക്കെ, അയ്യോ, ടാപ്പ് ചെയ്തിട്ട് മൊത്തം പോണു കേട്ടാ. ഇങ്ങനെ പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ വരാതിരിക്കാം. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് റാൻഡായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സോറി, ഒരു ചാർട്ടിൽ എടുത്തിട്ടാണ് പറയണത്. അപ്പൊ എനിക്ക് 100% ഇങ്ങനെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. മാർക്കറ്റ് എവിടേക്കാ പോയിണ്ടല്ലോ കേട്ടാ, പോവാ വെച്ച് പിടയ്ക്കും ഒരാള്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലും, ഇപ്പൊ ഇവിടെ നിന്ന് ഒരു സെനാരിയോ നോക്കുകയാണെങ്കിൽ, താഴെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ വന്ന് 30 മിനിറ്റിൽ ക്ലോസ് ആയിട്ടുള്ള ഈ 2 ക്യാൻഡലിന്റെ ലിക്വിഡിറ്റി, താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ മുകളിലേക്ക് പോകുന്നുള്ള വ്യൂ എനിക്ക് ഇത് കുറവായിരുന്നു. കാരണം വെച്ചാൽ ഓൾറെഡി ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഈ ട്രെൻഡിലേക്ക് ശരിക്കും വന്നിട്ട് പോവാണെങ്കിൽ ഇത്തിരി കൂടി ഭംഗി ഉണ്ടായേനായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പറയുന്ന പോലെ മാർക്കറ്റ് നിൽക്കുന്നില്ലല്ലോ. മാർക്കറ്റ് മുകളിലേക്ക്, ആ മുകളിലേക്ക് പോകാൻ വല്ല റീസൺ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. കാരണം എന്താ, റീസൺ ഇത്രേ ഉള്ളൂ. എന്തായിരിക്കും എന്നല്ല കേട്ടാ, റീസൺ ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോ ഇവിടെ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടുന്ന് താഴേക്ക് ഇത്രയും പ്രഷറിൽ വരുമ്പോൾ ആൾക്കാർ എന്തായാലും ഇവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇവിടെ SL ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ എൻട്രി എടുത്തിട്ട്. കാരണം എന്താ, ഏറ്റവും താഴെ ഈ ഒരു ലോയിൽ എന്തുണ്ട്, ലിക്വിഡിറ്റി, ഹൈ ലിക്വിഡിറ്റി. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കൂട്ടി വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോ അതുകൊണ്ട് അതേപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ എന്താണ്, ഇവിടെ ഞാൻ ഇത്തിരി വലുതാക്കി വരയ്ക്കുന്നു കേട്ടാ. ഈ ഒരു ഏരിയ എന്താണ്, നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ്, നല്ല ഹൈ സ്ട്രോങ് റെസിസ്റ്റൻസാ. മേ ബി അവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് വരാം. ഓക്കെ, ചിലപ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് വരാനായിരിക്കും. അവിടെ വരെ വന്ന സ്ഥിതിക്ക് അത് എടുക്കണം. ശരിക്കും പറഞ്ഞാല് ആ ഒരു ഹൈ വന്നെടുത്തിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം ശരിക്കും വരാനായിട്ട് മാർക്കറ്റ്. ഓക്കെ, എന്നാലാണ് മാർക്കറ്റിന് താഴേക്ക് നന്നായിട്ട് വരാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ, ഒരു ഫ്യൂവല് കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാല്. ഓക്കെ, വീഡിയോ ഞാൻ അത്രയും ലെങ്ത്തിന്റെ വീഡിയോസ് ഇടാറില്ല. ഞാനിപ്പോ ഇതിങ്ങനെ ചാർട്ട് വായിക്കണതിനെ കുറിച്ചും SMCനെ കുറിച്ചും പറഞ്ഞപ്പോ ഇങ്ങനെ ഇട്ടുന്നുള്ളൂ. ഓക്കെ, ഞാൻ സാധാരണ പറഞ്ഞില്ലേ, ഞാൻ 1 lakh കൊടുത്തിട്ട് SMC പഠിച്ച ആളാ. 1 lakh ഞാനത് പഠിച്ചെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ നോക്കെ, മുകളിൽ പോയിട്ട് ടാപ്പ് ചെയ്തിട്ട് അല്ലേ താഴേക്ക് വരുന്നത്, മൊത്തം ലിക്വിഡിറ്റി എടുത്തില്ലേ ഇപ്പൊ മാർക്കറ്റ്. ഓക്കെ ഇല്ലേ? ഓക്കെ, ഇനി മാർക്കറ്റ് എന്താ ചെയ്യുന്നറിയോ, നേരെ താഴേക്ക് വരും മാർക്കറ്റ്. കാരണം ഇവിടെ എന്താണ്, ഈ ഏരിയ മൊത്തം ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, എന്തായാലും അത്രയും വന്നില്ലെങ്കിൽ തന്നെ മാർക്കറ്റ് മിനിമം ഇതിന്റെ പകുതിയെങ്കിലും വരും. ഓക്കെ, ഈ റേഞ്ചിലേക്കെങ്കിലും വരും മാർക്കറ്റ്. ഇപ്പോൾ മൊത്തം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പകുതി ഈ റേഞ്ചിലേക്കെങ്കിലും മാർക്കറ്റ് വരും സാധാരണ. വരും തന്നെ, കാരണം അതിൻ്റെ ഉള്ളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും, ധാരാളം ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടൊക്കെ എന്താണ്, ഇവിടൊക്കെ നല്ല പ്യുവർ, ഇവിടെ സാധാരണ പ്യുവർ ഇംബാലൻസ് ഉണ്ട്, ഇതിൽ ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, ഇവിടൊക്കെ ലോട്ട് ഓഫ് ലിക്വിഡിറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കാണിച്ചാലേ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാൽ കുറെ പേരുടെ മൈൻഡിൽ വരാ, മാർക്കറ്റ് ഇനി അങ്ങനെ തന്നെ പോവുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ട്രെൻഡിന്റെ ഒപ്പം പിടിക്കുന്ന ടീമുകളുണ്ട് കുറച്ച്. ഓക്കെ, ചിലര് ഏറ്റവും ചെറിയ പ്രീമിയം എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ടീമുകളുണ്ടാവും. ഓക്കെ, മന്ത്ലി ഹോൾഡിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ മേടിച്ചിട്ട്. അപ്പൊ അവർക്ക് ഒരു 10 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു എമൗണ്ട് കയറും. അപ്പൊ അതിന് വേണ്ടിട്ട് താഴേക്കാവുമ്പോ അധികം വരികയില്ല, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം ഫുള്ള് ഇപ്പൊ അതിന്റെ മുകളിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, 1 hour ടൈം ഫ്രെയിമിനായിട്ടുള്ളത്. ഓക്കെ, ഇനി ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, കാരണം അത്രയും മുകളിലല്ല വന്നുള്ളത്. അപ്പൊ ഇനി ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് മേ ബി വരാം, അല്ലെങ്കിൽ അതിന്റെ ടോപ്പ് എടുത്തിട്ട് ഇപ്പൊ ഉണ്ടായ ഇതിന്റെ മുകളിൽ ടോപ്പില് ഇത് വെച്ചിട്ടുണ്ട്, SL വെച്ചിട്ടുണ്ടാവും അറിയാം. അപ്പൊ ടോപ്പും കൂടി ചേർത്ത് എടുത്തിട്ടായിരിക്കും ചിലപ്പോ വരാം. എങ്ങനെ വെള്ളം നടക്കാം. ഓക്കെ,
എന്തായി ഇത്? എന്തുകൊണ്ടാണ് ഇത്? നമ്മള് കുറച്ച് കാലം ഇതിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഐഡിയ വരും. ഓക്കെ, ഇതല്ലാണ്ട് എനിക്ക് ആ മാനസിക ശക്തിയോ ഭയങ്കര കഴിവുണ്ടായിട്ടൊന്നും പറയണമെന്നല്ല. അപ്പൊ മാർക്കറ്റ് താഴേക്ക് വരും. കാരണം 1 hour അങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരും. ആ ഇംബാലൻസ് വന്നെടുക്കും. ഏത് ഇംബാലൻസ് അറിയോ? ഈ ഇംബാലൻസ് വന്നെടുക്കും. ഓക്കെ, എടുക്കും എന്ന് പറയാൻ കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. ഈ ലോ വന്ന് എന്തായാലും എടുക്കും. ഓക്കെ, ഇങ്ങനെ ഒരു കയ്യിൽ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ അങ്ങനെയാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോ. നിങ്ങൾ ഏതൊരു ചാർട്ട് എടുത്ത് നോക്കിക്കോ. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഓക്കെ, റെസിസ്റ്റൻസ് ഏരിയയിൽ അങ്ങനെ വിക്ക് തരാത്ത ഒരു ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1 hour ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ മുകളിൽ നിന്ന് അത്രയും പ്രഷർ ഉണ്ടാവും. ഓക്കെ, അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. നോക്കാം എന്താ നടക്കാന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. ഞാൻ അങ്ങനെ പറയണത് എന്റെ എക്സ്പീരിയൻസിൽ പറയണത്. അത് തെറ്റാണ്, എപ്പോഴും ശരിയാവണമെന്ന് 100% ഇതൊന്നുമില്ല. ഇത്രയും ലെങ്ത് വീഡിയോസ് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഇടണത്. എത്ര പേര് ഇത്ര നേരം കണ്ടിരിക്കും സമാധാനമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇതെന്തായാലും അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. കാരണം ഇതിപ്പോ അപ്ലോഡ് ചെയ്തതിനു ശേഷമുള്ള നിങ്ങൾ ഇത് കേൾക്കാം അല്ലേ. ഓക്കെ, എനിക്ക് ഈ പ്രഡിക്ഷൻ കൂടുതൽ, അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനി വരാൻ പോണത് എന്തെന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതാണ് ഞാനിങ്ങനെ എനിക്ക് വർത്താനത്തിൽ തെറ്റ് വന്നാലും ഞാനത് എടുത്ത് പെട്ടെന്ന് പറയണതിന്റെ കാരണം. ഓക്കെ, ചിലപ്പോൾ അതെന്റെ ഒരു ഇതായിരിക്കും, അസുഖമായിരിക്കും. പിറ്റേ ദിവസം ഓപ്പൺ ആയിട്ട് മാർക്കറ്റ്. പിന്നെ എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു ദിവസം തന്നെ ക്ലോസ് ചെയ്യാനുള്ള നോക്കാം. പിറ്റേ ദിവസത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന പരിപാടി വേണ്ട. എത്ര വ്യൂ ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം പാളി കഴിഞ്ഞാല് നമ്മുടെ മൈൻഡൊക്കെ ആകെ മാറും. പിന്നെ റിവെഞ്ച് ട്രേഡ് എടുക്കാൻ തുടങ്ങും. ഓക്കെ, ഇന്നലെ പോയ ലൂസ് റിക്കവർ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ഇത്ര പോയിന്റല്ലോ അത് ഇനി റിക്കവർ ചെയ്യണം എന്നുള്ള ആ മൈൻഡ് വരും. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ, അപ്പൊ അതില്ലാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇല്ലാണ്ട് നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ വേണമെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമുക്ക് ഡെയിലി ഇട്ട് നോക്കിയേക്കാം. ഡെയിലി ഇട്ട് എന്താ കാണിക്കുന്നു നോക്കിയോട്ടാ. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. ഇപ്പൊ എന്താ നടന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ, എന്തുണ്ടായെന്ന് വെച്ചാലേ, ഓക്കെ, കാരണം ഞാൻ ഇവിടെ എങ്ങനെ എൻട്രി എടുക്കാന്നൊന്നും ഞാൻ പറയണമെന്നില്ല. ജസ്റ്റ് ഞാൻ ഇത് പറഞ്ഞുതരാം. ഇപ്പൊ ഇതിന്റെ മുകളില് ഇപ്പൊ ഇതുപോലെ ക്യാൻഡിൽ, ഞാൻ പറഞ്ഞ പോലെ ക്യാൻഡിൽ ഇപ്പൊ എന്റെ പോലെ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഇതുപോലെ ക്യാൻഡിൽ ഒരു ഹൈയിൽ വന്നു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസിൽ വന്നാൽ താഴേക്ക് വരുന്നൊക്കെ അറിയണവര് ഇതിന്റെ മുകളിൽ SL ഇട്ട് വെച്ചിട്ടുണ്ടാവും. കാരണം വിക്കില്ലല്ലോ. വിക്കില്ലെങ്കിൽ അത്രയും പ്രഷറിൽ വരുന്നത് അവിടെ നിന്ന്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിൽ SL ഇട്ടു. ഇപ്പൊ ആ SL വന്നിട്ട് എന്താണ്, ആ SL വന്ന് ട്രാപ്പ് ആക്കിയിട്ടാണല്ലോ ഇപ്പൊ താഴേക്ക് വരുന്നത്. ഈ ട്രാപ്പ് ആക്കി വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എൻട്രി എടുക്കാം എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തരാം. 1 hour ഓക്കെ, ഇവിടെ ഒരു ഇംബാലൻസ് കണ്ടില്ലേ? ഇവിടെ കണ്ടോ ഇംബാലൻസ്? ഓക്കെ, ശരിക്കും അത് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് വന്ന് എൻട്രി എടുക്കാം. ധൈര്യം വേണം. വെറുതെ എൻട്രി എടുക്കാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ഞാനിപ്പോ എൻട്രി എടുക്കുമ്പോൾ ഞാൻ മനസ്സിലുണ്ട്, എനിക്ക് 10 പോയിന്റ് വെക്കാൻ പറ്റുള്ളൂ SL. ഓക്കെ, അത് കൂടുതൽ എനിക്ക് വെക്കാൻ പറ്റില്ല. 10 പോയിന്റിൽ മേലെയാണെങ്കിൽ ഞാൻ എടുക്കൂല എൻട്രി. എനിക്ക് വേണ്ട, അങ്ങനത്തെ എത്ര വലിയ പ്രോഫിറ്റ് അല്ല എനിക്ക് വേണ്ട. അല്ലെ പിന്നെ എൻട്രി എടുത്തിട്ട് 10 പോയിന്റ് പൊക്കോട്ടെ എന്ന് ചോദിക്കും ഞാൻ. ഓക്കെ, പിന്നെ അത്രയും എനിക്ക് ഭയങ്കര കൺഫർമേഷൻ കിട്ടുമ്പോൾ അത്രയും 12 പോയിന്റ് ഒക്കെ വിൽക്കുള്ളൂ. എന്നാലും കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോയാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഏരിയക്കൊക്കെ ശരിക്കും ടാർഗറ്റ് വെച്ചൂടെ? ഈ ഒരു ഇംബാലൻസ് വരെ ശരിക്കും അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ധൈര്യം വേണം. പിന്നെ ഇത് വരാനുള്ള ഒരു റീസൺ പറഞ്ഞുതരാം. ഇവിടെ 2 ദിവസത്തെ കൺസോൾട്ടേഷൻ പീരീഡിന് ശേഷമാണ് നല്ലൊരു ലാർജ് മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത്. അതായത് നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത് അല്ലെ? അപ്പൊ അതൊക്കെ അങ്ങനൊക്കെ വായിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, മാർക്കറ്റ് പിന്നെ നമ്മൾ ഓവറോൾ ഞാൻ പറഞ്ഞ മൊത്തം ലിക്വിഡിറ്റി വന്നപ്പോൾ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇനി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ട് ഇപ്പൊ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടല്ല കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് കാണിച്ചാൽ എന്താണ് അതിനർത്ഥം?
പിന്നെ ഇതെന്താണ് മക്കളെ, ഇതൊരു നല്ല സപ്പോർട്ടല്ലേ. ഓക്കെ, ഈ ഏരിയ ഒക്കെ നോക്കിയാൽ നല്ല അതെങ്ങനെ ആയില്ലേ. ഇപ്പൊ നിങ്ങൾ കണ്ടു, ഇപ്പൊ അത് ഞാനും കണ്ടു. ഇതിപ്പോ ഒരു സ്ട്രോങ് ഏരിയ അല്ലേ. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഏരിയ സപ്പോർട്ട് ഏരിയ അല്ലേ. അപ്പൊ ആ സപ്പോർട്ടിൽ വന്നിട്ടല്ലേ ടാപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. ഈ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇതിന്റെ അടിയിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് അത് പോയിട്ടുണ്ടാവുക. കാണിച്ചു തരാം. അപ്പൊ ടോപ്പിലായാലും താഴെയായാലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് അങ്ങനെ എടുത്തെടുത്തെടുത്ത് പോവുള്ളൂ. ഇതൊക്കെ ആര് കണ്ടിരിക്കാൻ, ഒരു മണിക്കൂറിന്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോ എന്തോരം നോക്കി. കറക്റ്റ് കേട്ടാ, എടുത്തിട്ടില്ല ഫുള്ളായിട്ട്. കറക്റ്റ് വന്ന് ടാപ്പ് ചെയ്ത് പോയി. ഇനി മാർക്കറ്റ് മൂവ്മെന്റ് എന്തായിരിക്കും, മുകളിലേക്കായിരിക്കും. കാരണം എന്താ ഇവിടെ ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. നോക്കിയേ, ജസ്റ്റ് നോക്കിയാൽ മതി, ട്രെൻഡ് ഫോം ആയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഈ മാർക്കറ്റ് എന്താണ് മുകളിലേക്ക് തന്നെ പോവുള്ളൂ. ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് കാണിച്ചു തരാം, നമുക്ക് മനസ്സിലാവും. കാരണം ഇതിപ്പോ ഓൾറെഡി നമ്മൾ കണ്ടല്ലോ, ഓൾറെഡി വ്യൂ ഉണ്ട്. അപ്പോ ഓൾ ആ ഹൈ മൊത്തെടുത്തു, പഴയ ഹൈ മൊത്തെടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് മാർക്കറ്റ് പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കുറെ ടൈം, ഇപ്പൊ കുറെ ടൈമായി. ഞാൻ നിർത്താണ്. ആദ്യമായിട്ടാണ് ഒരു മണിക്കൂറിന്റെ വീഡിയോ ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് ചാർട്ട് വായിക്കുക, എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത്, നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യാണെങ്കിലും അത് അതിൻ്റെതായ സീരിയസ്നെസ്സിൽ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു പ്രൊമോഷൻ പറയാനുള്ളത്, എൻ്റെ കോർ കോഴ്സ് സെറ്റപ്പ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ഓക്കെ, അതിൽ കണക്ട് ചെയ്തിട്ട് എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.